MDMA പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. രാത്രി ഞാനിത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി. ഒരെണ്ണം മടിയിൽ കിടന്നു. അമ്മയെടുത്ത് നോക്കിയത്. അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിന്റേതാണ്, ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നീ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ വരണം. അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം. അവന്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളൊക്കെ കണ്ണെഴുതുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. കണ്ണ് തൂങ്ങാന്ന് പറയും നമ്മൾ ചിലപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും. അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണെഴുതും ചിലപ്പം. നമ്മുടെ കുട്ടികൾ രാത്രി 7 മണിക്ക് ശേഷം പുറത്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഇവിടെ തന്നെ പലരെയും കാണാറുണ്ട്. രാത്രി 1 മണിക്കും 2 മണിക്കും ചായ കുടിക്കാൻ നമ്മൾ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പം ചായ കുടിക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരിക്കലും അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ചായ കുടിക്കാൻ പോകുന്നു ചോദിക്കാനും പോവോ? ചോദിക്കാൻ പറ്റില്ല. പക്ഷെ പേരൻസിന് ചോദിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഒരു രാത്രി 9 മണിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ രാത്രി 2 മണിക്കും 3 മണിക്കാണ് ആഹാരം കഴിക്കുന്നത്. നമ്മൾ അതിനകത്തൊരു ചിന്ത നമ്മളിൽ തന്നെ വരണം. എസ് ഐ ഷാനവാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? അതിന് സാധിക്കില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ എല്ലാവരിലേക്കും ജനറലൈസ് ചെയ്ത് കാണുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് പോലെ തോന്നുന്നുണ്ട്. മേ ബി അദ്ദേഹം അങ്ങനെ അല്ലായിരിക്കും പറഞ്ഞത്. പക്ഷേ അത്തരത്തിലല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പം കണ്ണെഴുതി നടക്കുന്ന ഒരു ആൺകുട്ടിയെ നമ്മൾ ഏത് രീതിയിൽ കാണും? മുടി വളർത്തി, ഇത് കുറച്ച് കാലം മുമ്പ്, ഇപ്പം അധികം ഇല്ലാന്ന് തോന്നുമെങ്കിലും കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. മുടിയും താടിയും വളർത്തിയ ആൾക്കാർ മിക്കവാറും ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. വളരെ മെലിഞ്ഞ് സ്കിന്നി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും. കാരണം ഇതൊക്കെ ഉപയോഗിച്ചാൽ ഇങ്ങനെ മെലിഞ്ഞു പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ പോലും പലപ്പോഴും പുറത്തിറങ്ങുമ്പം പല ആൾക്കാരുടെയും നമ്മളോടുള്ള അപ്രോച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോലും, കാരണം മുടി നീട്ടി വളർത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് മുടി നീട്ടി വളർത്തുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മുടി നീട്ടി വളർത്തുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് മുടി നീട്ടി വളർത്തുന്ന ആളാണ്. മുടി നീട്ടി വളർത്തിയാൽ മതി എന്ന് തോന്നുമ്പോൾ ഞാൻ മേ ബി മുട്ടയടിക്കും, അല്ലെങ്കിൽ പറ്റേ വെട്ടും, ഇതൊക്കെ ചെയ്യും, വീണ്ടും വളർത്തും. ഇതാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഈ തരത്തിൽ നമ്മളൊരു ലഹരിക്ക് അടിമയാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ രാത്രിയിൽ പുറത്തിറങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള സമയത്ത് പുറത്തിറങ്ങുന്ന ആളുകൾ കാണും. ഇന്നത്തെ കാലത്ത് യുവാക്കൾ, നമ്മുടെ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിലുള്ള ആളുകൾ പലരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്യുന്നവരുണ്ട്, ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഈ ഇത്തരത്തിലുള്ള ഫീൽഡിലായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. ചില സമയത്ത് നമ്മൾ വർക്ക് ചെയ്താൽ അതിനൊരു ഗ്യാപ്പ് എടുത്താലേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്നാലും ഇത്തരത്തിലുള്ളൊരു ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഫുൾ ടൈം നമുക്ക് അതിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവിന് പോവുക, ഒരു ചായ കുടിച്ചിട്ട് വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ മീൻസ് ആ പ്രൊഡക്ടിവിറ്റി കൂടുതൽ ആക്കാനുള്ള ഒരു മാർഗങ്ങളാണ്. അല്ലാതെ നമ്മൾ വളരെ മൈൻഡ് ഓഫ് ആയി, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ക്രിയേറ്റീവ് ബ്ലോക്കിൽ ഇരുന്നിട്ട് നമ്മൾ എത്ര കാര്യമായിട്ട് ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാരണം ഇറങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. മേ ബി പകല് അവരുടേതായ ബിസി തിരക്കുകൾ കാരണം അവരുടെ ഒരു പേഴ്സണൽ ടൈം, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പി മൊമെന്റ് ഈ നൈറ്റിൽ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഈ ഫാമിലി ആണെങ്കിൽ പോലും ഫാമിലിയായിട്ട് എനിക്ക് നൈറ്റിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ പോലും ഒരു 9 മണി 10 മണി സമയത്ത് വെറുതെ ഒരു ഡ്രൈവിന് പോയിട്ട് വരിക എന്നുള്ളത് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കും. വൈകിട്ട് നമ്മളൊരു ഹാപ്പി മൂഡിലേക്ക് നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാനങ്ങനെ പോകാറുണ്ട്. ഞാനും വൈഫും കുഞ്ഞുമായിട്ട് അങ്ങനെ പോകാറുള്ളതാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കാണും ഒരാൾ പുറത്തിറങ്ങുന്നതിന്. പക്ഷെ പുറത്തിറങ്ങിയാൽ അവരെല്ലാം അടിമകളായിരിക്കണം അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളായിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നാൽ രാത്രിയിൽ ഇത്തരത്തിലുള്ള ലഹരി കാര്യങ്ങൾ നടക്കുന്നില്ല, നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു എന്താ പറയുക, ഒരു മോറൽ പോലീസിങ്ങിനേക്കാളും നല്ലത് അവയർനെസ് കൊടുക്കുക. പക്ഷെ അങ്ങനെ നശിക്കേണ്ട ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ലഹരി കൊണ്ട് നശിക്കേണ്ട, അങ്ങനെ തീരുമാനിച്ച് ലഹരി കൊണ്ട് നശിക്കാനാണ് അവർ തിരഞ്ഞെടുത്തേക്കുന്ന മാർഗ്ഗമെങ്കിൽ അവർ നശിക്കും. അതിനകത്ത് ഇപ്പം വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉപയോഗിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കില്ല. അതിപ്പം രാത്രിയിൽ ഇറങ്ങിയാലും പകലിറങ്ങിയാലും അവരത് വേണ്ട എന്ന് തന്നെ വെക്കുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇത്തരത്തിലുള്ള ആളുകളെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം പോലും പലപ്പോഴും ഈ അടുത്ത് ശ്രദ്ധിച്ചതാണ്, പല ആൾക്കാരെയും ചെറുപ്പക്കാരെയൊക്കെ പോലീസ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് പിടിക്കുമ്പോഴോ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ചെറിയ കുട്ടികളാണ്, അണ്ടർ 18 ആണോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു 20 താഴെ വയസ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കൂടെയുള്ള കുറച്ച് കുട്ടികൾ, മമ്മു അത്തരത്തിലുള്ള ഈ തൊപ്പിയുടെ കൂടെയുള്ള അവർ പറയുന്നത് അവർ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരു റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ സദേൺ റെയിൽവേ എന്ന് പറയുന്നത് റെയിൽവേയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെ മാറ്റിയിട്ട് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. റൂൾ ഈസ് റൂൾ. പക്ഷേ ഈ TTR അവരോട് ചോദിച്ചു എന്ന് പറഞ്ഞ്, നീയൊക്കെ ലഹരിക്കടിമയാണോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം. എല്ലാവരോടും ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരോട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ അതിനടിമയാണോ എന്ന് ചോദിക്കുക എന്ന് പറയുന്ന ഒരു അത്തരത്തിലുള്ള ചിന്താഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചെറുപ്പക്കാർ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് എന്താണ് ഉറപ്പുള്ളത്? ഏജായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കില്ല എന്നെന്താണ് ഉറപ്പുള്ളത്? പിന്നെ ഈ നൈറ്റ് വെളിയിറങ്ങുന്നതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. രാത്രി അത്താഴം കഴിച്ച് വീട്ടിൽ കയറി കിടക്കണം എന്നുള്ളതൊക്കെ അതെങ്ങനെയാണ് ഈ സംസ്കാരം നമ്മൾ ചിന്തിച്ചെടുക്കുക? കാരണം സംസ്കാരം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. മൊബൈൽ ഫോൺ സംസ്കാരമായിരുന്നോ ഒരു കാലത്ത്? അല്ല, മൊബൈൽ ഫോൺ സംസ്കാരത്തിനെതിരായിരുന്നു ഒരു കാലത്ത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതല്ലേ, നിങ്ങളിപ്പോൾ കാണുന്നത് മൊബൈൽ ഫോണിലല്ലേ. സ്ത്രീകള് അടുക്കള കൊണ്ട് ജീവിക്കുക, അല്ലാതെ അവര് പുറത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു ആയിരുന്നു നമ്മൾ, അല്ലേ? കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമ്മൂമ്മയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ, നമ്മുടെ അമ്മമാര് പോലും ജോലിക്ക് പോകുന്ന ആൾക്കാരാണോ? അല്ല. പക്ഷെ നമ്മുടെ ഭാര്യയോ നമ്മുടെ സഹോദരിമാരോ ഇവരൊക്കെ ജോലിക്ക് പോകുന്നില്ലേ? അപ്പൊ എവിടെയാണ് ഈ കാലഘട്ടത്തിന് അനുസരിച്ച് മാറുന്ന ഒരു കാര്യമാണ് സംസ്കാരം. നൈറ്റ് ലൈഫ് എന്നുള്ളൊരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും സർക്കാർ പോലും അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് പോലും അവര് അതിൽ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പം പബ്ബുകള്, ഈ പറയുന്ന പോലെ പാർലറുകൾ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് പോകുന്നത്? നമുക്ക് രാവിലെ എന്നാൽ 9 മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ആ സമയത്തല്ല അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വർക്കിൻ്റെ പ്രഷർ, സ്ട്രെസ്സ് കാര്യങ്ങൾ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില മാർഗങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് പലപ്പോഴും എല്ലാവർക്കും അത് വേണ്ട രീതിയിൽ മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് അത് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എല്ലാ ആൾക്കാരെയും കയറഴിച്ച് വിടുക എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കണോ എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം നീ പോകരുത് എന്ന് പേരൻസ് മക്കളോട് പറയുന്നതിലും നല്ലത് നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ പേരൻറ്റിങ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ അവരെ കെട്ടിപ്പൂട്ടിയിടുക, പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. കാരണം എൻ്റെ ഒരു സ്കൂൾ ടൈമിലോ ഒക്കെ ഞാൻ പുറത്തിറങ്ങി, ഞാൻ 10 മണി വരെ രാത്രിയിൽ കൂട്ടുകാരും കൂടി വർത്തമാനം പറഞ്ഞിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ ക്യാരംസ് കളിക്കാൻ ക്ലബ്ബിൽ പോയിരുന്ന ക്യാരംസ് കളിച്ചിട്ട് വന്നുള്ള സമയമുണ്ട്. പക്ഷേ അന്നൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ അന്ന് മറ്റുള്ള ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന മറ്റുള്ള ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇത്തരത്തിൽ ഇതിന്റെ അതായത് ഇത്തരത്തിലുള്ള ഈ ഡ്രഗ് അല്ലെങ്കിൽ അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്കെതിരെ, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ഒരു രീതിക്കെതിരെ ബൾക്കായിട്ട് ഈ സാധനം റിലീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവണമല്ലോ, ഇവർക്കെതിരെ ഇവരെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ആരും പുറത്തിറങ്ങരുത് എന്ന് ചിന്തിക്കുന്നതിനകത്താണ് പ്രശ്നം തോന്നുന്നു. വീട് പൂട്ടിയിട്ടിട്ട് പോയാൽ കള്ളന്മാർ കുത്തിപ്പൊളിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിന് പുറത്തിറങ്ങരുതെന്ന് പറയുന്ന പോലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ ഷാനവാസ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ ഇപ്പം ഒരു
ആളുടെ മോട്ടീവ് എന്തായിരിക്കാം? ആഹ് അല്ലെങ്കിൽ ആളുടെ ജോലിയുടെ ലക്ഷ്യം എന്താണ്? സമൂഹത്തിൽ നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നിയമത്തിന്റെ രീതിയിൽ നിയമം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്, നിയമം പാലിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പാലിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പം ഇത്തരത്തിൽ ഇദ്ദേഹം കാണുന്ന പല കാര്യങ്ങളും, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഇദ്ദേഹം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണ്. ഇയാളൊരു പിന്തിരിപ്പൻ മൂരാച്ചിയാണെന്നൊക്കെ കണ്ടു പല കമന്റുകളും. പക്ഷെ അങ്ങനെ എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത്? ആളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അതൊരു അവയർനെസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അത് പുള്ളി പറഞ്ഞത് ഒരു നിയമമായിട്ടോ ഇനി 7 മണിക്ക് ശേഷം ഇറങ്ങിയ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും അങ്ങനൊന്നുമല്ല. ആ വീഡിയോ തന്നെ ആൾ പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പോലീസിന് നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? രാത്രി 2 മണിക്ക് ഞാൻ ചായ കുടിക്കാൻ പോയത്, അല്ലെങ്കിൽ എനിക്ക് വെറുതെ തോന്നിയപ്പോൾ ഞാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ തോന്നണ്ട, നീ കയറിക്കോ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൾ കൂടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഇത്തരം നിരോധനാജ്ഞയോ ഇത്തരത്തിൽ എന്തെങ്കിലുമുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഓക്കെ, വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അത് റൂളായിട്ട് നമുക്ക് എടുക്കാം. ഇദ്ദേഹം പറഞ്ഞത് ഒരു അവയർനെസ് ആണ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. അതിന് വൈകാരികമായിട്ട് നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എതിർക്കുകയും വേണ്ട, പൂർണ്ണമായിട്ട് അക്സെപ്റ്റും ചെയ്യേണ്ട. കാരണം നൈറ്റ് ലൈഫ്, പുറത്തിറങ്ങി രാത്രി പകല് പോലെ തന്നെ പുറത്തിറങ്ങി ലൈഫ് ആസ്വദിക്കുക എന്നുള്ളത് മുന്നോട്ട് ഇനി അങ്ങനെയാണ് വരാൻ സാധ്യത. കാരണം നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ പുറത്തിറങ്ങി നൈറ്റിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ പകൽ സമയത്ത് മേ ബി വീട്ടിൽ റെസ്റ്റ് എടുക്കായിരിക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നൈറ്റ് ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും ഈ രാത്രിയിൽ വർക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് രാത്രി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ രാത്രിയിലല്ലാതെ എപ്പോഴാണ് പോകുന്നത്? ഇവർ പകല് മിക്കവാറും സമയങ്ങളിലൊക്കെ റെസ്റ്റ് എടുക്കുകയായിരിക്കും, ഉറങ്ങുകയായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പകലേ പോകാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് ഇത്തരത്തിലുള്ള ജനറലൈസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, ഇല്ലെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നതാണ് ബെറ്റർ എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ലൈഫിൽ മീൻസ് നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് പുറത്തിറങ്ങാനും അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അവരുടെ ഒരു ഫ്രീഡത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവരെ ഒഴിവാക്കാതെ അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കുക എന്നുള്ള രീതി, രണ്ടും ഇതിൻ്റെതായ ബാലൻസിങ്ങിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നിലവിൽ നമുക്കുള്ള മാർഗം എന്നാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹം പറഞ്ഞ് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളാനും പറ്റില്ല, പക്ഷെ പൂർണ്ണമായിട്ട് കൊള്ളാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പം പൊതുവെ സമൂഹത്തിന്റെ ചിന്താഗതികളൊക്കെ മാറ്റുക. അപ്പോൾ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, രാത്രി മോശപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. രാത്രി പുറത്തിറങ്ങുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ഈ പ്രശ്നം. കാരണം പകല് ഇറങ്ങുന്നവരാണ് ഡീസന്റ്, രാത്രി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ വളരെ മോശം ആൾക്കാരാണ്. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. പലപ്പോഴും നമുക്കറിയാം ലേറ്റ് നൈറ്റിൽ വരുന്ന, രാത്രിയിൽ പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ, അല്ലെങ്കിൽ ആണുങ്ങളെ ആണെങ്കിൽ പോലും പെണ്ണുങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് സൊസൈറ്റി കാണുക എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. മേ ബി അവര് ഒരു 3-4 പേരുടെ ഒരു ഗ്യാങ്, അവര് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ രാത്രി പോയതായിരിക്കാം. പെണ്ണുങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു പണ്ട്. അതായിരുന്നു നമ്മുടെ സംസ്കാരം. പക്ഷെ അന്ന് അങ്ങനല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, ചർച്ച ചെയ്യുക കാര്യങ്ങൾ. കാരണം ഒരു ഫോഴ്സ്ഫുള്ളി ആളുടെ ഫ്രീഡത്തിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിനെ നിർത്തുന്നതിനേക്കാൾ ബെറ്റർ ചർച്ച ചെയ്ത് എന്താണ് നമുക്ക് ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ട എന്ത് തീരുമാനത്തിലേക്ക് എത്താം അല്ലെങ്കിൽ എന്ത് കാര്യത്തിലേക്ക് എത്താമെന്ന് പൊതുസമൂഹത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവരിക, അവർക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ കാര്യത്തിൽ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നന്ദി.